2023 ഡിസംബർ 16 മാൾട്ട എന്ന രാജ്യത്ത് നിന്നുള്ള MV റുയൻ എന്ന ചരക്കു കപ്പൽ അറബിക്കടലിൽ നിന്നും സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഹൈജാക്ക് ചെയ്യുകയുണ്ടായി. $1 മില്യൺ വിലമതിക്കുന്ന 38,000 ടണ്ണോളം കാർഗോയും 17 ക്രൂ മെമ്പേഴ്സുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. കപ്പൽ ഹൈജാക്ക് ചെയ്ത ശേഷം കൊള്ളക്കാർ ഷിപ്പ് ഓണേഴ്സുമായി മോചനദ്രവ്യത്തിനായി വിലപേശാൻ ആരംഭിച്ചു. കപ്പലും ക്രൂ മെമ്പേഴ്സും വിട്ടുതരാനായി $60 മില്യൺ അഥവാ 512 കോടിയോളം ഇന്ത്യൻ രൂപയാണ് കൊള്ളക്കാർ ഷിപ്പ് ഓണേഴ്സിനോട് നൽകാൻ ആവശ്യപ്പെട്ടത്. കപ്പൽ ഹൈജാക്ക് ചെയ്ത ശേഷം 3 മാസങ്ങൾ നെഗോസിയേഷൻ നടന്നെങ്കിലും ഫലമൊന്നുമുണ്ടായില്ല. പിന്നെയാണ് ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. 2024 മാർച്ച് 16 ഇന്ത്യൻ മിലിറ്ററി ഈ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെ രക്ഷപ്പെടുത്താനായി ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു. അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഈ കപ്പൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനായി എയർക്രാഫ്റ്റുകളും യുദ്ധക്കപ്പലുകളും ഈ പ്രദേശങ്ങളിൽ എത്തിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ ഇന്ത്യൻ നേവി എലൈറ്റ് മാർക്കോഴ്സ് കമാൻഡോകളെയും ഇന്ത്യൻ നേവി എയർ ഡ്രോപ്പ് ചെയ്തിരുന്നു. പക്ഷേ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തന്ത്രശാലികൾ ആയതിനാൽ തന്നെ ആ ഓപ്പറേഷൻ 40 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഇന്ത്യൻ നേവി സൊമാലിയൻ കടൽ കൊള്ളക്കാർക്ക് മുൻപിൽ വിജയക്കൊടി നാട്ടിയോ അതോ പരാജയപ്പെട്ടു മടങ്ങിയോ എന്നറിയാൻ ആരാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ എന്ന് നമ്മൾ അറിയണം. ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് സൊമാലിയ. 1991 സൊമാലിയയിലെ ഗവൺമെന്റ് തകരുകയായിരുന്നു. അതിനാൽ തന്നെ സൊമാലിയയിൽ ക്രമസമാധാനം ഇല്ലാതാവുകയും ചെയ്തു. സൊമാലിയയുടെ തീരപ്രദേശം ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശമായതിനാൽ തന്നെ ഇവിടുത്തെ പലരുടെയും ഉപജീവന മാർഗം മത്സ്യബന്ധനമായിരുന്നു. എന്നാൽ സൊമാലിയൻ സർക്കാർ തകർന്നതോടെ ഈ തീരപ്രദേശങ്ങളിലേക്ക് മറ്റു വിദേശ കപ്പലുകൾ കടന്നു കയറുകയും അവിടങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള വിദേശ കപ്പലുകളുടെ കടന്നുകയറ്റം കാരണം മത്സ്യങ്ങൾ കുറഞ്ഞതോടെ സൊമാലിയയിലെ കുടുംബങ്ങൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാവുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ ചില വിദേശ കപ്പലുകൾ സൊമാലിയൻ കടൽ തീരങ്ങളിൽ ടോക്സിക് വേസ്റ്റുകൾ നിക്ഷേപിക്കുകയും ഇത് തീരപ്രദേശം മലിനമാക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അങ്ങനെ ഇതിനെതിരായി സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ വിദേശ കപ്പലുകളെ തടയാനായി കടലിൽ പെട്രോളിംഗ് നടത്തുകയും ചില കപ്പലുകൾ പിടിച്ചെടുത്ത് നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും ആരംഭിച്ചു. ഇത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ അവരെ സ്വയം കോസ്റ്റ് ഗാർഡ്സ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ താമസിയാതെ വലിയ കപ്പലുകളെ പിടിച്ചെടുത്താൽ തങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാമെന്ന ആശയം അവർ മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഉത്ഭവിക്കുന്നത്. തുടർന്ന് ഇവർ വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കുകയും കോടിക്കണക്കിന് രൂപയുടെ മോചനദ്രവ്യം കൈക്കലാക്കുകയുമായിരുന്നു. ഇവർക്ക് പ്രത്യേകമായ കൊള്ള രീതികളൊക്കെയുണ്ട്. അതായത് സ്കിഫ്സ് എന്ന് വിളിക്കുന്ന ചെറുതും എന്നാൽ വളരെ ഫാസ്റ്റായിട്ടുമുള്ള ബോട്ടുകളാണ് ഇവർ ഉപയോഗിക്കുന്നത്. മറ്റൊരു മദർഷിപ്പിൽ നിന്നുമായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ബോട്ടുകൾ കപ്പലുകളെ ആക്രമിക്കാനായി കടലിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് പോവുക. AK-47, RPGs അഥവാ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്സ് തുടങ്ങിയ മാരക വെപ്പൺസുകളും ചില സാഹചര്യങ്ങളിൽ GPS-ഉം സാറ്റലൈറ്റ് ഫോണുകളുമൊക്കെ ഇവർ ഷിപ്പുകളെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനുമായി ഉപയോഗിക്കാറുണ്ട്. ഹൈജാക്ക് ചെയ്യേണ്ട ഷിപ്പിനടുത്ത് ഇവർ എത്തിക്കഴിഞ്ഞാൽ ഏണികളും കയറുകളും ഉപയോഗിച്ച് ഷിപ്പിനുള്ളിലേക്ക് കയറുകയാണ് ഇവർ ചെയ്യുക. ശേഷം ഇവർ ഷിപ്പിന്റെ കൺട്രോൾ പിടിച്ചെടുക്കുകയും ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സിനെ ബന്ദികളാക്കുകയും സൊമാലിയൻ തീരത്തേക്ക് പിടിച്ചു കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. ശേഷമാണ് ഇവർ കപ്പൽ ഉടമകളോട് മോചനദ്രവ്യമായി കോടികൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള കടൽ കൊള്ളക്കാരുടെ ഹൈജാക്കിംഗ് ഇല്ലാതാക്കാനായി കപ്പൽ കമ്പനികൾ ചില മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. അവയിലൊന്നാണ് വാട്ടർ കനോൺ. കടൽ വെള്ളം ഫോഴ്സിൽ പമ്പ് ചെയ്ത് കടൽ കൊള്ളക്കാരെ അകറ്റി നിർത്തുന്ന എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്. നമ്മുടെ നാട്ടിലൊക്കെ സമരക്കാരെ തുരത്താൻ പോലീസ് വെള്ളം പമ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണിത്. കടൽ കൊള്ളക്കാർ കപ്പലിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഈ നോസിൽ ഉപയോഗിച്ച് കൊള്ളക്കാരുടെ ബോട്ടിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഇത്തരത്തിലുള്ള നോസിലുകൾ കപ്പലിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഓരോ നോസിലും 1 മിനിറ്റിൽ 1350 ഗ്യാലൻ കടൽവെള്ളം പുറത്തേക്ക് കളയാൻ ശേഷിയുള്ളതാണ്. അതായത് 60 സെക്കൻഡിൽ 5110 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ഒരു നോസിലിന് സാധിക്കുമെന്നർത്ഥം. കൂടാതെ ഈ നോസിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ 175 PSI ആണ്.
ഇത്രയും പ്രഷറിൽ വെള്ളം കൊള്ളക്കാരുടെ ബോട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവരുടെ ബോട്ട് അകലേക്ക് പോവുകയോ അല്ലെങ്കിൽ ആ ബോട്ടിൽ വെള്ളം നിറഞ്ഞ് അത് മുങ്ങാനോ കാരണമാകുന്നു. ചില വാട്ടർ കനോണുകൾ ഫിക്സഡ് ആണെങ്കിൽ ചിലത് കപ്പലിൻ്റെ അകത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവയാണ്. മറ്റൊന്നാണ് എൽറാഡ്. ലോങ് റേഞ്ച് അക്വസ്റ്റിക് ഡിവൈസ് എന്നതാണ് എൽറാഡിൻ്റെ ഫുൾ ഫോം. പേര് പോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള കടൽ കൊള്ളക്കാരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ഡിവൈസ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കടൽ കൊള്ളക്കാർ ഏതെങ്കിലും കപ്പലിലേക്ക് അടുക്കുന്നതായി കപ്പൽ ജീവനക്കാർ കണ്ടാൽ അവർ ഈ ഡിവൈസ് ഉപയോഗിച്ച് കടൽ കൊള്ളക്കാരോട് പിന്തിരിഞ്ഞു പോകാൻ ആദ്യം ആവശ്യപ്പെടും. എന്നാൽ കടൽ കൊള്ളക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ഈ ഡിവൈസിൽ നിന്നും നല്ലതുപോലെ ശബ്ദത്തിൽ വളരെ ഇറിറ്റേറ്റിംഗ് ആയ ഒരു സൗണ്ട് പുറത്തേക്ക് വരും. ഒരു ജെറ്റ് എഞ്ചിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തേക്കാൾ സൗണ്ടായിരിക്കും ഇതിനുണ്ടാവുക. ഈ ശബ്ദം കിലോമീറ്ററുകൾ അകലെയുള്ള കടൽ കൊള്ളക്കാർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. നോയ്സ് റിമൂവർ ഇയർബഡ്സുകൾ കടൽ കൊള്ളക്കാർ ധരിച്ചാൽ പോലും എൽറാഡിൻ്റെ ശബ്ദം അവരുടെ ചെവിക്കകത്തേക്ക് എത്തുമെന്നതാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. മറ്റൊന്നാണ് ആൻറ്റി ബോർഡിംഗ് ട്രെയിലിംഗ് വയർ. ഇതിനായി കടൽ കൊള്ളക്കാർ വരുന്ന വഴിയിൽ ഒരു പ്രത്യേക വെപ്പൺ ഉപയോഗിച്ച് കട്ടിയുള്ള വയർ വെള്ളത്തിന് മുകളിലേക്ക് ഷൂട്ട് ചെയ്തിടും. ഈ വയർ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാത്തതിനാൽ തന്നെ കൊള്ളക്കാരുടെ ബോട്ട് ആ വഴി പോകുമ്പോൾ അവരുടെ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ ആ വയറിൽ കുടുങ്ങുകയും പ്രൊപ്പല്ലർ കറങ്ങാതെ ബോട്ട് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. വലിയ കാർഗോ ഷിപ്പുകളുടെ ചുറ്റും ഇത്തരത്തിൽ ആൻറ്റി ബോർഡിംഗ് ട്രെയിലിംഗ് വയറുകൾ ഘടിപ്പിക്കാറുണ്ട്. ഏതെങ്കിലും ബോട്ടുകൾ ഈ വയറുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടൻ ആ വയറിൽ ആ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ കുടുങ്ങി ജാം ആവുകയും ചെയ്യും. നല്ല സ്പീഡിൽ പോകുന്ന ബോട്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിന്ന് കഴിഞ്ഞാൽ കൊള്ളക്കാർ അപകടത്തിലാവുകയും ചെയ്യും. മറ്റൊന്നാണ് റാസോർ വയേഴ്സ്. ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടുവരുന്ന കമ്പിവേലിയുടെ മറ്റൊരു വേർഷനാണ്. കപ്പലിൻ്റെ ചുറ്റുമായി ഇത്തരത്തിൽ റാസോർ വയറുകൾ ഘടിപ്പിക്കുകയാണ് ചെയ്യുക. ഇതുണ്ടായാൽ കടൽ കൊള്ളക്കാർക്ക് പെട്ടെന്നൊന്നും കപ്പലിലേക്ക് വലിഞ്ഞു കയറാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല കൊള്ളക്കാരും ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ മറികടന്നുകൊണ്ട് കപ്പലുകൾ ഹൈജാക്ക് ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ കപ്പലുകൾക്ക് ഇങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കെയാണ് അവിടേക്ക് ഇന്ത്യൻ നേവി കടന്നു വരുന്നത്. കാരണം ഇന്ത്യയിലേക്കുള്ള പല വലിയ വാണിജ്യ ചരക്കു കപ്പലുകളും സഞ്ചരിക്കുന്നത് ഏദൻ കടലിടുക്ക് വഴിയാണ്. തുടർന്ന് പല ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലുകളെയും ഇന്ത്യൻ നേവി തിരിച്ചു പിടിച്ചെടുത്തിട്ടുമുണ്ട്. എന്നാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട കപ്പലുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് കടലിനെ നല്ലതുപോലെ അറിയാവുന്നവരായിരിക്കും കടൽ കൊള്ളക്കാർ. അതിനാൽ തന്നെ അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെ ഒരു പ്രതിരോധമായി വെക്കുന്ന രീതിയും സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഹെലികോപ്റ്ററുകളും യുദ്ധക്കപ്പലുകളും മറ്റും ഉപയോഗിച്ച് കൊള്ളക്കാരെ ഇന്ത്യൻ നേവി കീഴ്പ്പെടുത്തിയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. ഏതായാലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കപ്പൽ കൊള്ളയിൽ ഏകദേശം 40 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനിലൂടെ 35 കടൽ കൊള്ളക്കാരെ നാവികസേന പിടികൂടുകയായിരുന്നു. ഒരു ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തെ തുടർന്ന് ഇന്ത്യൻ നേവിയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററിൽ വിവരം ലഭിക്കുകയായിരുന്നു. തുടർന്ന് കടൽ കൊള്ളക്കാർ മദർഷിപ്പായി ഉപയോഗിച്ചിരുന്ന കപ്പൽ നാവികസേന കണ്ടെത്തുകയും 15-ന് പുലർച്ചെ മുതൽ ഈ കപ്പലിനെ INS കൊൽക്കത്ത പിന്തുടരുകയുമായിരുന്നു. തുടർന്ന് ഈ കപ്പലിനെ പിന്തുടർന്ന INS കൊൽക്കത്ത അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരമുള്ള പരിശോധനയ്ക്കായി കപ്പൽ നിർത്തണമെന്ന് കടൽ കൊള്ളക്കാർക്ക് സന്ദേശം കൈമാറി. എന്നാൽ അതിന് തയ്യാറാവാതെ കടൽ കൊള്ളക്കാർ തിരികെ വെടിയുതിർത്തു. ഇതോടെ ഇന്ത്യൻ നാവികസേന ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു. കപ്പലിൻ്റെ തുടർയാത്ര ബലമായി തടയുകയും INS കൊൽക്കത്തയ്ക്ക് പിന്നാലെ ഇന്ത്യൻ നാവികസേനയുടെ മറ്റൊരു പടക്കപ്പലായ INS സുഭദ്രയുമെത്തി. പിന്നെ എതിർത്തു നിൽക്കാൻ അധിക നേരം കൊള്ളക്കാർക്ക് സാധിച്ചില്ല. സ്ഥിതിഗതികൾ കണ്ട നാവികസേന ഉടൻ തന്നെ C-17 വിമാനത്തിൽ നിന്നുള്ള പാരച്യൂട്ട് ഉപയോഗിച്ച് മാർക്കോസ് കമാൻഡോകളെ കപ്പലിൽ ഇറക്കുകയും ചെയ്തു. നേവി കമാൻഡോകളെ കണ്ട് 35 കൊള്ളക്കാരും കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് നാവികസേന MV റൂയനിലെ 17 ജീവനക്കാരെയും വിജയകരമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.